ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. അപ്പോൾ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ക്ലൂ കിട്ടും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. യാ ഷുവർ, കോളിംഗ് യുവർ സോൾമേറ്റ്. അപ്പോൾ ഈ ഒരു കാർഡിൽ നിന്നും നിങ്ങളുടെ സോൾമേറ്റാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. അതായത് ടെലിപ്പതി നിങ്ങൾ തമ്മിൽ വർക്ക് ആവുന്നുണ്ട്. അവർ നിങ്ങളെ സദാസമയം ഓർക്കുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. വേറൊരു ക്ലൂ കൂടിയുണ്ട്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗദർ. നിങ്ങളെ ഒരുമിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് നിങ്ങളുടെ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഒരുമിക്കാൻ കാരണമാകും. ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്. അതായത് നിങ്ങൾ പ്രേ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക ആൻഡ് അഫർമേഷൻസ് പറയുക. ഇതെല്ലാം നിങ്ങൾക്ക് ഗുണകരമാകും. യെസ്, ഇവിടെ ആ ഒരു പേഴ്സൺ ഇവിടെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങളെ കണ്ടുമുട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണമെന്നോ ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി, ഒരു കഴുകൻ ഇരയെ തേടുന്നത് പോലെ, അതായത് അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വളരെ കറക്റ്റാണ്. അവർ അത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താകും എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മനസ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്നാലും എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്നാണ്. നിങ്ങൾ ചിന്തിക്കുന്ന എന്തായാലും എന്നോടിത് വേണ്ടായിരുന്നു. ഇവിടെ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. രണ്ടുപേരിൽ ആർക്കെങ്കിലും വളരെയധികം മെച്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്തായാലും പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ രണ്ടുപേരെയും വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ടെന്താ, ഒരു കോംപ്രമൈസിന് ആ ഒരു വ്യക്തി തയ്യാറാണ്. ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി കോംപ്രമൈസിന് തയ്യാറാവുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു വിഷമത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ ആ ഒരു വ്യക്തിയെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട്. അതാണ് കോംപ്രമൈസ് എന്ന് പറയുന്ന ആ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഒരു കാർഡും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം എൻഡ് ആയിട്ടുണ്ട്. 10 ഓഫ് സ്പേഡ് എന്ന് പറയുന്ന കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു സ്നീക്കി പ്ലേ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് നിങ്ങളുടെ പേഴ്സണ് ഒരു മമത എന്തായാലും തോന്നിയിട്ടുണ്ട്. അതും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഈ ഒരു വ്യക്തിക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റക്കായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അതായത് അവർക്ക് താങ്ങാൻ പറ്റാവുന്ന അതിലധികമായിട്ട് വേദന അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് 10 ഓഫ് സ്പേഡ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് വന്ന തെറ്റ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സുഗന്ധത്തെ, അല്ലാന്നുണ്ടെങ്കിൽ
ഒരു വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സണെ ഇവർ കണ്ടില്ല എന്നുള്ളതാണ്. അവർ വേറെ പല കാര്യങ്ങളും തേടി നടന്നു എന്നുള്ളതാണ്. അതാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ്. ഇപ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്, അതേപോലെ തന്നെ അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരണമെന്ന് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ എന്ത് ലോയലായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു നന്മയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അതാണ് 6 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഓർമ്മകൾ ഉണ്ടാകുന്നു. ആ ഓർമ്മകളിൽ അവർ കരയുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അധികം അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയും. ചിലവർക്ക് ബാല്യകാല സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അവർക്ക് അറിയാമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ വളരെയധികം അറിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് അവരുടെ മനസ്സ് വായിക്കാം. എന്താണ്, ടെലിപ്പതി പോലെ തന്നെ അവരുടെ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എന്തായാലും ഇല്ലാതാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഒരു നന്മയും ഇവർക്ക് ലഭിച്ചതുമില്ല. അവർ ചതിയിൽപ്പെട്ടുപോയി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഒരിക്കലും ആ ഒരു വ്യക്തി വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഇനി ഇങ്ങനെ ഒരു ചതി പറ്റരുത് എനിക്ക്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം ആഴത്തിൽ റൂട്ടഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ നിങ്ങളുടെ അടുത്ത് കാണിച്ചില്ല. സ്നേഹമൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചത്? ഈ ഒരു വ്യക്തിക്ക് ഒട്ടും സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി ഒരുപക്ഷെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന ആളായിരിക്കാം. ഇവിടെ എല്ലാത്തിനെയും വിട്ടിട്ട്, ചാരിയട്ട് എന്ന് പറയുമ്പോൾ എല്ലാം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാണ് ആ ഒരു പേഴ്സൺ. ചിലപ്പോൾ ആ ഒരു വ്യക്തി എബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം, രണ്ടുപേര് രണ്ടിടത്തായിരിക്കാം, ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഏതായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും വേണ്ട, ആരും വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്ഥിതിയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. 100% ഷുവർ. അതുകൊണ്ട് ഇവിടെ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് അവർ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഡീപ്ലി ഹാർട്ടായിട്ടുണ്ട്, സാഡായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് അവർ കരുതുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പേ വേണ്ടായിരുന്നു, അത് ഈ ഒരു വ്യക്തി കാരണമാണല്ലോ എന്നത് അവരുടെ സങ്കടത്തെ ഇരട്ടിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടും എന്ന ഒരു ചിന്തയാലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് അവർക്ക് തോന്നുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്തായാലും നിങ്ങളെ ഇനി അവർക്ക് കിട്ടില്ല. നിങ്ങൾ വളരെയധികം സെൽഫ് ലവ് ഒക്കെ ചെയ്തൊരു പക്ഷേ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിവരെ ഓർക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഇപ്പോൾ അവർക്ക് നിങ്ങളോടുണ്ട്. നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അത് തരാനായിട്ട് അവർ റെഡിയാണ്. അതായത് ഒരുപാട് സ്നേഹം അവർ നിങ്ങൾക്ക് തരാനായിട്ട് റെഡിയാണ് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്തി ചോയ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ കൊടുത്ത്, സെൽഫ് കെയർ ഒക്കെ കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ മാറ്റം വരുത്തി വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ട് നിങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ചെറിയൊരു ജലസും ഉണ്ട്. അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ ഇപ്പോൾ വളരെയധികം തിളക്കമുള്ള ഒരു വ്യക്തിയായിട്ട് ഇവർക്ക് തോന്നുകയാണെന്നല്ല, നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നു. ഒരു ആക്ഷൻ നമുക്ക് നോക്കാം. ഇവർ വളരെയധികം ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസിലാണ്. ഇവർക്ക് വളരെയധികം ദാരിദ്ര്യമാണുള്ളത്. അതായത് നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ വളരെയധികം നഷ്ടങ്ങൾ ഈ ഒരു വ്യക്തിയെ പിന്തുടർന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ വരവിനായിട്ട് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. കാരണം ഇനി നിങ്ങൾ വരുമ്പോഴാണ് അവർക്ക് ലക്ക് ഉണ്ടാവുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ സംസാരം, ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ നോക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരുപാട് നെഗറ്റീവ് എനർജീസും
മറ്റുള്ളവരിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, മറ്റുള്ളവരുടെ കണ്ണേർ, അതേപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതായത് ഇതൊക്കെ ആണെങ്കിലും കണ്ണടച്ചവർ നിങ്ങൾക്ക് നീതി നൽകും. അതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാർഡ് വിവാഹത്തെ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായാൽ രണ്ടു പേർക്കും പ്രോസ്പെരിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതാണ് 6 എന്ന നമ്പർ കാണിക്കുന്നത്. ലക്കായിരിക്കും, നിങ്ങൾ ചേരുമ്പോഴാണ് ലക്ക് ഉണ്ടാവുക. ഒരു പക്ഷേ അവരത് നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. അവരുടെ സോൾ മെസ്സേജ്, യു ആർ മൈ സ്ട്രെങ്ത്, നീ എൻ്റെ സ്ട്രെങ്ത് ആണ്. ഐ നോ ഐ മിസ്ഡ് അപ്പ് അവർ റിലേഷൻഷിപ്പ്, എനിക്കറിയാം ഞാനാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലത്തിന് കാരണം, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത്, എല്ലാം എനിക്കറിയാം. അതിനെ ഓർത്ത് ഇപ്പോൾ എനിക്ക് ഒരുപാട് വേവലാതി ഉണ്ട്, ഞാൻ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്, എനിക്കറിയാം ഞാനാണ് കുഴപ്പമുണ്ടാക്കിയത്. യു ഡിസേർവ് ബെറ്റർ ദാൻ ഫോർ മീ, നീ എന്നേക്കാൾ നല്ലൊരാളെ അർഹിക്കുന്നുണ്ട്, ശരിക്കും അത്രയ്ക്ക് നല്ലൊരാളാണ് നീ. ലെറ്റ്സ് ഹീൽ ടുഗദർ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഹീലാവാം. അതായത് പരസ്പരം പറഞ്ഞ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്നാണ് ഒരു വ്യക്തി പറയുന്നത്. ഐ ഫീൽ ഗിൽറ്റി ഓൺ ഡൗട്ടിങ് ഓൺ യു, ഞാൻ നിന്നെ സംശയിച്ചതിലൊക്കെയും എനിക്ക് നാണക്കേട് തോന്നുവാണ്, എനിക്ക് ബുദ്ധിമുട്ട് തോന്നുവാണ്, നീ എന്നോട് ക്ഷമിക്കൂ എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളെ പഴിചാരിയിട്ടുണ്ടാവും, നിങ്ങളാണ് കുറ്റക്കാരനെന്നോ കുറ്റക്കാരിയെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ പേഴ്സണൽ നെയിം TQVG എന്നാണ് കിട്ടിയിട്ടുള്ളത്, H എന്ന് കിട്ടിയിട്ടുണ്ട്, PA എന്നാണ് കിട്ടിയിട്ടുള്ളത്, O എന്നാണ് കിട്ടിയിട്ടുള്ളത്, U എന്ന് കിട്ടിയിട്ടുണ്ട്, L എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കോട്ടയം, കണ്ണൂർ, പത്തനംതിട്ട, ഔട്ട് ഓഫ് കൺട്രി, എറണാകുളം, വയനാട്. അപ്പം ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 222, ഏരീസ്, ക്യാൻസർ, പോസസീവ്നെസ് ആൻഡ് റെഡ് ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. പാരൻസ്, തിൻ, ബോൾ ഹെഡഡ്, അഡിക്ഷൻ, curly hair, wearing nose pin, wife, beautiful eyes, friends, ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ബ്ലാക്ക് കളർ, ഏജ് ഡിഫറൻസസ്, ഡാർക്ക് കോംപ്ലക്ഷൻ, ലവ് എന്ന് കിട്ടിയിട്ടുണ്ട്. 10 എന്നൊരു നമ്പർ, റൗണ്ട് ഫേസ്, 8 എന്നൊരു നമ്പർ, 37, 666, 999, 25, 28, 20, 34, 50, 9 എന്നൊരു നമ്പർ, 2, 3, 11, 15, 31, 44, 1, 5. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു ഓൾ.